ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. വീട്ടിൽ കുറച്ച് തിരക്കായിരുന്നു, മോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ പിടിക്കാനൊന്നും കൊച്ചുമോൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പിടിക്കാനും ഒന്നും എൻ്റെ ഫോണിന് 24 മണിക്കൂർ അവൻ എടുത്തുകൊണ്ടങ്ങോടും. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെ അവർ ഇന്നലെ പോയി. ഇന്ന് ഞാൻ വീഡിയോ ഇടുകയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണോ. എനിക്ക് കമൻറ്റുകൾക്ക് പോലും മറുപടി ഇടാൻ കഴിഞ്ഞില്ല. സുമോദ് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, ആൾ വളരെ ഹാപ്പിയാണ്. പിന്നെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷവും അതിൻ്റേതായ ഒരു ബഹളമൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇതിനെ വീഡിയോ ഇടാനൊന്ന് മടിച്ചത്. ഇങ്ങനെ വങ്കട മീനുമായിട്ടൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ മുട്ടക്കറി, സാമ്പാർ, വങ്കട മീൻ, ബീട്രൂട്ട് തോരൻ, വങ്കട മീൻ, പിന്നെ നമ്മൾ കണ്ണൻകുഴിയാള ഒരു പുതിയ രീതിയിലാണ് കണ്ണൻകുഴിയാള ഞാനൊന്ന് കറി വെച്ചിട്ടുള്ളത്. മുമ്പും കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഇത് ഒരിക്കൽ കൂടെ കാണിക്കുകയാണ്. അതും കൂടെ നിങ്ങളൊന്ന് കാണണം. അങ്ങനെ വങ്കട മീനിനെ കറുത്ത് കഴുകി പുരട്ടിയൊക്കെ റെഡിയാക്കി വെച്ചു. അദ്ദേഹത്തെ നമ്മൾ പെരട്ട് റെഡിയാക്കി. പിന്നെ മുട്ട പെരട്ടുണ്ടാക്കി, കറിയാണെന്ന് പറയാം. കറി ഉണ്ടാക്കി അത് മാറ്റി വെച്ചു. സാമ്പാറിന് കടുക് വറുത്തൊഴിക്കാൻ പോകണു. പിന്നെ നമ്മളെ ബീട്രൂട്ട് തോരൻ റെഡിയായി. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്കൊരു മീൻ കറി വയ്ക്കാം. മീൻ കറിക്ക് വേണ്ടി ഞാൻ ചെറിയ ഉള്ളി തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് വശക്കയാണ്. അതെല്ലാം നല്ലവണ്ണം വശക്കി വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം. പൊടി ഐറ്റം മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മൂപ്പിക്കണം. അത് നല്ലവണ്ണം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പം പുളി ഒന്ന് പിഴിഞ്ഞ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പുളി പിഴിഞ്ഞൊഴിക്കണത് വിട്ടുപോയതാണേ. ഞാൻ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തു. കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചത് കൊഴിയാള മീനിനെ അങ്ങോട്ട് പറക്കി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കൊഴിയാള മീൻ ഫ്രൈ കറിയാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സൂപ്പറാണ്, അടിപൊളിയാണ്. ഇതിന് മുമ്പ് ഞാൻ വച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെയാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു. പോണുണ്ട്, വന്നതെന്നോ തിരിച്ചു പോകുന്നതെന്നോ 1-2 ദിവസം മാത്രമേ ഇപ്പോൾ നിൽക്കുകയുള്ളൂ. അങ്ങനെ എൻ്റെ മോളും കൊച്ചുമോനും ഒക്കെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇതാണ് എൻ്റെ കൊച്ചു കുടുംബവും കൊച്ചു വിശേഷങ്ങളും. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് വീഡിയോ തികയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ മുളനാഴി എടുത്ത് വച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. താങ്ക് യു.